ഇന്നെന്തിനാ അച്ഛൻ സ്കൂളിലേക്ക് വരുത്തിയെന്നറിയാവോ? എന്തിനാടാ? കഴിഞ്ഞ ദിവസം അച്ഛമ്മ സ്കൂളിൽ വന്ന് പ്രിൻസിപ്പലിനായിട്ട് ചേർന്ന് എനിക്ക് പണിഷ്മെന്റ് തരാൻ പ്ലാൻ ചെയ്തതാ. എന്താണ് ചെയ്തത്? ഇവനെ വെറുതെ വിടരുത്, എപ്പോഴും എൻഗേജ്ഡ് ആക്കണം. 8 hours എഴുതാനും വായിക്കാനുള്ള ടാസ്കുകൾ കൊടുക്കണവന്. എന്നാൽ അവന്റെ കുരുത്തക്കേടിനൊക്കെ മാറ്റം ഉണ്ടാവും. ഇങ്ങനെയാണോ അച്ഛമ്മ പ്രിൻസിപ്പാളോട് സംസാരിച്ചത്? അതെ അച്ഛാ. ഇനി എപ്പോഴെങ്കിലും അച്ഛമ്മ എന്നെ സ്കൂളിൽ വിടാമെന്നാ ആ പ്രിൻസിപ്പലിനായിട്ട് ചേർന്ന് എനിക്ക് കൂടുതൽ പണിഷ്മെന്റ് വാങ്ങിച്ചു തരാണ്ടിരിക്കാൻ വേണ്ടിയാ അച്ഛനെ വിളിച്ചോണ്ട് വന്നത്. അച്ഛൻ വന്ന് പ്രിൻസിപ്പലിനടുത്ത് നല്ല ഫോഴ്സ് ആയിട്ട് സംസാരിക്കേ. ഒന്ന് വേഗം വാ അച്ഛാ, ഇങ്ങോട്ട് വാ. കവിനെ കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ എന്റെ തല പൊട്ടിപ്പോകുന്ന പോലെ തോന്നുന്നത്. സ്കൂളിലേക്ക് മര്യാദയ്ക്ക് വരാറ് പോലുമില്ല. ഇത് കണ്ടോ, ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഒന്ന് നോക്കിയേ. എല്ലാ സബ്ജക്റ്റിലും 0 വാങ്ങിച്ചിരിക്കുന്നത്. ഇങ്ങനെ പോയി എന്താ ചെയ്യാ സർ? എന്നെക്കാട്ടിലും മോശമാക്കാണോടത്. ഇവനെ വഴക്ക് പറയാനും തോന്നുന്നില്ല. നോക്ക്, അവന്റെ മുഖത്തേക്ക് നോക്കിയാ ആർക്കെങ്കിലും വഴക്ക് പറയാൻ പറ്റുന്ന ഭാവമാണോ മുഖത്തുള്ളത്? അച്ഛാ, ഒന്ന് ഫോഴ്സ് ആയിട്ട് സംസാരിക്കാൻ പറ്റൂലേ? എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്ക് സർ. ഇല്ലെങ്കിൽ സാറിന്റെ മകന്റെ ഫ്യൂച്ചർ തന്നെ പ്രശ്നമാവാം. എന്റെ മോന്റെ ഫ്യൂച്ചറിനൊന്നും ആവില്ല മാഡം, അത് ഞാൻ നോക്കിക്കോളാം. സാറ് നോക്കുന്നത് കാണുന്നുണ്ട്. സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നതിന് പകരം മാളിലേക്ക് കൊണ്ടുപോയാണല്ലേ. പിന്നെ എങ്ങനെയാ സാർ അവൻ നന്നായിട്ട് പഠിക്കാം? നിങ്ങളുടെ അമ്മയാണെങ്കിൽ പേരക്കുട്ടി നന്നായിട്ട് പഠിക്കണമെന്ന് വിചാരിച്ച് സ്കൂൾ ഫീസും ഡൊണേഷനും ഒക്കെ വാരിക്കോരി തരുന്നുണ്ട്. ഞങ്ങൾക്ക് കുറ്റബോധം തോന്നാം. ഇത്രയും പണം വാങ്ങിയിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. വളരെ കഷ്ടമാണ് സാർ. അവിടെ വെച്ചു. അത് മാത്രമല്ല, ഇതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ അമ്മേ, എന്ത് വലിയ കാറാ, നല്ല രസമുണ്ടല്ലേ? ശരി വാ. അയ്യോ, എന്റെ അമ്മേ, ഈ സ്കൂൾ ഇത്രയും വലുതാണല്ലോ. അമ്മേ, എന്നെ ഈ സ്കൂളിൽ തന്നെ ചേർക്കോ അമ്മേ, എനിക്ക് ഒരുപാട് ഇഷ്ടായി. അതിനല്ലേ വന്നിരിക്കുന്നത്. വാ. ആരെ കാണാനാ? മോളെ സ്കൂളിൽ ചേർത്താൻ വേണ്ടി വന്നതാ. ജസ്റ്റ് പ്രിൻസിപ്പലിനെ കാണണം. അകത്ത് പ്രിൻസിപ്പൽ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിലാ. മാഡം ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി, കഴിഞ്ഞ ഉടനെ വിളിക്കാം. ഓക്കെ, ശരി വാ. പറ്റുന്നില്ല സർ. പാവം, തൊണ്ടയില വെള്ളം പറ്റി. കണ്ടില്ലേ, ഇവനെ പറ്റി പറഞ്ഞ് ഞാൻ തന്നെ ടയർഡായി. സാർ എന്നെ പറ. ഇത് ലാസ്റ്റ് എക്സ്ക്യൂസ് ആയിട്ട് തന്നൂടെ മാഡം. ഇനി ഇങ്ങനെ സംഭവിക്കില്ല, ഞാൻ നോക്കിക്കോളാം. മാഡം. എന്താ? ഒരു മിനിറ്റ് മാഡം. ഹാപ്പി ബർത്ത്ഡേ മാഡം. എന്റെ ബർത്ത്ഡേ എന്നാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഇഷ്ടമുള്ളവരുടെ ബർത്ത്ഡേ മറക്കില്ല മാഡം. അവൻ വീഴ്ത്തി. അതുപോലെ ഇന്നെടുത്തിരിക്കുന്ന യെല്ലോ സാരി സൂപ്പർ ആയിട്ടുണ്ട് മാഡം. എന്റെ ദൈവമേ, പഴയ പടത്തിലെ ഷീലയെ പോലെയുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ നയൻതാരയെ പോലെയും തോന്നും.
ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഇവൻ നമ്മളെ ഇംപ്രസ് ചെയ്യാൻ മിടുക്കന. സില്ലി ബോയ്. താങ്ക് യു മാഡം. ശരി, പോയിട്ട് വാ. ശരി മാഡം, ഞങ്ങളൊന്ന്. ഓക്കെ സാർ. വാ മോനെ. എന്താ ഡാഡി ഫോഴ്സ് ആയിട്ട് സംസാരിക്കാൻ പറഞ്ഞിട്ട്? ഞാൻ റോസ് കൊടുത്ത് സോപ്പിട്ടു. എടാ, ലേഡീസിനോട് ഫോഴ്സ് കൊടുത്ത് സംസാരിക്കാൻ നല്ലത് റോസ് കൊടുത്ത് സംസാരിക്കുന്നതാടാ. May I come in, ma'am? യെസ്, കമ്മിങ്. വാ. ഇരിക്കാമോ? ഇരിക്കൂ. മാം, എന്റെ പേര് വിജയലക്ഷ്മി. ഇതെന്റെ മോള് നീല. ഇവളെ ഈ സ്കൂളിൽ ചേർത്താൻ വേണ്ടി വന്നതാ. മോൾ ഇതിനു മുമ്പ് ഏത് സ്കൂളിലാണ് പഠിച്ചത്? തേക്കടിയില് ഒരു മെട്രിക്കുലേഷൻ സ്കൂളില്. ചെന്നൈയിലേക്ക് ഈ അടുത്താ വന്നത്. ഓ, നിലമോളിപ്പോ ഏത് ക്ലാസ്സാ കഴിഞ്ഞ്? സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് പോവാൻ പോവാ. മോളുടെ വോയിസ് നല്ല ക്യൂട്ടാ. ആ, നീല നന്നായി പാടും മാം. ഓ, അത് ശരി. പാട്ടില് മാത്രമല്ല, പഠിപ്പിലും അവള് മിടിക്കുക. ഫസ്റ്റ് റാങ്ക് ഹോൾഡർ. ഓ, ഈ ലാസ്റ്റ് വീക്കില് തേക്കടിയിൽ നടന്ന ഇന്റർ സ്കൂൾ ടാലന്റ് കോമ്പറ്റീഷനില് ഫസ്റ്റ് പ്രൈസാ വാങ്ങിയത്. ഓ, അങ്ങനെയാണോ? വെരി ഗുഡ്, ഗുഡ് ഗുഡ്. നിലയോട് ചെറിയ 2 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? റൈറ്റ് ആൻസർ പറയണം. ഓക്കെ മാം. നമ്മുടെ നാഷണൽ ബേർഡ് ഏതാ? പീകോക്ക്. ഗുഡ്. നാഷണൽ ആനിമൽ ഏതാ? ടൈഗർ. ഗുഡ്. ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഏതാ? ന്യൂഡൽഹി. ബിഗ്ഗസ്റ്റ് കോണ്ടിനെന്റ് ഇൻ ദ വേൾഡ്? ഏഷ്യ. നെയിം ഓഫ് ദ ഹൗസ് മെയ്ഡ് ഇൻ ഐസ് എന്താ? ഇഗ്ലു. ഫസ്റ്റ് വുമൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാ? ഇന്ദിരാഗാന്ധി. ഗുഡ്. ദണ്ഡി മാർച്ച് നടത്തിയതാരാ? മഹാത്മാ ഗാന്ധിജി.